നമ്മളേ ഇതേമാതിരത്തെ കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ബോഗൺവില്ല ഇതിൻ്റെ മേലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ പല കളറും സെറ്റാക്കുക. ഇതുപോലത്തെ കമ്പ് കഷ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, ഇതിൻ്റെ മേലെ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കുക, ബോഗൺവില്ല നല്ല കളർഫുള്ളാക്കിയിട്ട് നമ്മൾ വീട്ടിൽ ചട്ടിയിൽ നിൽക്കാം. ഇതുപോലത്തെ കമ്പ് കിട്ടിയാൽ മതി. ഉണങ്ങിയ കമ്പല്ല, നല്ല ഇങ്ങനത്തെ ഉറപ്പുള്ള ഇങ്ങനത്തെ മുളക്കണ കമ്പ്. അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ ഇലകളൊക്കെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇല ഉണ്ടാവും, ഇതിൻ്റെ മേലെ അതേപോലെ മുള്ളുണ്ടാവും. ഇത് നാടൻ ബോഗൺവില്ലയാണ്. അപ്പോൾ നാടൻ ബോഗൺവില്ലയ്ക്ക് നമ്മളെ ഹൈബ്രിഡ് പോലുള്ള മുള്ളുണ്ടാവും. ആ മുള്ളിനൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. കണ്ടോ? എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് വൈറ്റ് കളറാണ്. ഈ വൈറ്റ് കളർ നമ്മൾ എന്തൊക്കെ ഇതിൻ്റെ മേലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. കാണുന്നുണ്ടെന്നറിയില്ല, രാത്രിയാകും. നമ്മൾ സമയം എപ്പോഴാണ് ഈ പണിയെടുക്കാൻ? നമുക്ക് രാവിലെ പണിക്ക് പോകുന്നതുകൊണ്ട് രാത്രി നമുക്ക് സമയത്തൊക്കെ ചെയ്യാൻ. അപ്പോൾ അതാ ഇതേപോലെ ചെത്തുക. അല്ല ഇതുപോലെ അല്ല ഇതേമായി ചെത്തി വൃത്തിയാക്കി ഇതേപോലെ. നമ്മൾ ചെയ്യുന്ന അതിമില്ല ഇതുണ്ടോ, ഇതുമായിട്ടൊരു കത്രിക വന്ന് ഇതേ വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ചീന്ത, ചെറിയ ചീന്ത മതി. എന്നിട്ട് ഈ നമ്മൾ ഏതാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളറ് ഇതിൻ്റെ മേലെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആണോ? എന്നിട്ട് നമ്മളെ ടാപ്പുണ്ട്, ടാപ്പ് അവിടെ ഇതുപോലത്തെ ടാപ്പ് കിട്ടുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ മതി. ടാപ്പ് ഇത്ര മതി, കൂടുതൽ വേണ്ട. ഇത് ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കാം, ഇതിനെങ്ങനെ പിടിച്ചിട്ട് ആദ്യം ഇതിൻ്റെ ഈ തടിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് ഇതുപോലെ അല്ലോ. പിന്നെ അധികം മൂപ്പില്ലാത്ത കൊമ്പാണ്, അപ്പോൾ അത് കണ്ടമാനം നമ്മൾ ടൈറ്റാക്കുമ്പോൾ കമ്പ് ഒടിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ശേഷം ഇതുപോലെ ചുറ്റുക നന്നായിട്ട്. കണ്ടോ, അതിങ്ങനെ കയറ് വാരി ഇങ്ങനെ ആയി കിട്ടും. ഈ ടേപ്പ് വാങ്ങിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ വലിച്ച പൊട്ടില്ല. ഇത് കണ്ടോ, വലിഞ്ഞു വരും. ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ പറ്റി ഒന്നുകൊണ്ട് ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ. എന്നതിന് ശേഷം ഇതുപോലത്തെ സിപ്പപ്പ് കവർ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ ഇതൊന്നും സിപ്പപ്പ് കവറല്ല, ഇത് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന കവറാണ്. ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് അതേമാതിരി ഇങ്ങനെ ഇട്ട് കണ്ടോ, ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു സാധനം ഇല്ല കട്ടാണല്ലോ. അതേപോലെ ഹെയർ കിടക്കാതെ ഇതുപോലെ കിട്ടുക. ഒരു 12 ദിവസം കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ മുളകൾ വന്നുണ്ടാവും. ഇത് റൂട്ട് പൗഡർ അടിച്ച് നമ്മൾ നല്ല മണ്ണിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ മുള വന്ന് നല്ല പൂക്കളുണ്ടാവും.